മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കാൻ ചില പ്രത്യേക കാലവും സമയവും ദിവസങ്ങളും അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ്. റമദാൻ മാസം പോലെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പോലെ അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുത്ത പകരം വെക്കാനില്ലാത്ത ദിനങ്ങളാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ആ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളെ പറ്റി ഹബീബായ നബി തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തെ കർമ്മങ്ങൾ, അഫ്ളലു മിൻ അമലി ഫീ ഹാദിഹി, ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുൻപിൽ ചെയ്യാനില്ല. മറ്റൊരു ഭാഗത്ത് ഉലമാക്കൾ വ്യാഖ്യാനിച്ചു, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പോലെ, അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന റമദാൻ മാസത്തെക്കാളേറെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ഇത് കേട്ട സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, റസൂലെ ജിഹാദിനേക്കാളും പുണ്യമാണോ ഈ 10 ദിവസത്തെ അമലുകൾ? ജിഹാദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം നടത്താൻ സ്വന്തം ശരീരവും സമ്പത്തും എടുത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട് ഷഹീദാവുന്ന ഒരു ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ റസൂലെ ഈ 10 ദിവസത്തെ അമലുകൾക്ക്? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് ഈ 10 ദിവസത്തിൽ കൂലിയുണ്ട്. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ യുഖാത്തിറു ബിനഫ്സിഹി, അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. ഫലം യർജിഅ ബിശൈഇൻ, പക്ഷെ ആ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ ഷഹീദിനേക്കാൾ കൂലി വേറൊരാൾക്കുമില്ല. പക്ഷെ അവൻ ആ യുദ്ധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തുകളും അവന്റെ ശരീരവും ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തി തിരിച്ചു വരുന്ന ഒരു ജിഹാദിനേക്കാൾ കൂലിയുണ്ട് ഈ 10 ദിനരാത്രങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്. മറ്റൊരു റിവായത്തിൽ കാണാം, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, ഇതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിനവും റബ്ബിന്റെ അരികിലില്ല. വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തേക്കാൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് വേറൊരു ദിനങ്ങളും കിട്ടാനുമില്ല. ഈ 10 ദിവസത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ അതിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഫക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങളാ രാവുകളിലും പകലുകളിലും നിങ്ങൾ തൗഹീദിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വത്തക്ബീരി, നിങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കണം, നാഥനെ പുകഴ്ത്തിക്കൊണ്ടും റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകളെ കൊണ്ടും. വത്തഹ്മീദി, റബ്ബിന്റെ ആ സ്തുതിപാഠത്തോടുകൂടി നിങ്ങൾ ആ റബ്ബിലേക്ക് അടുത്തേക്കൊണ്ടേയിരിക്കണം. കാരണം ഈ 10 ദിനരാത്രങ്ങളെ പറ്റി അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ, വൽ ഫജ്ർ വലയാലിൽ അശ്ർ, പുലരി തന്നെയാണ് സത്യം, ഈ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ഈ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ 10 ദിനങ്ങളിൽ 2 ദിനങ്ങൾ നമ്മളെ ജീവിതത്തോട് യാത്ര ചോദിക്കുകയാ. എത്രത്തോളം നമ്മളെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? തക്ബീറുകളെ കൊണ്ട്, തഹ്മീദുകളെ കൊണ്ട്. സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ അവർ ഈ 10 ദിവസം രാവിൽ ഉറക്കം നീക്കിവെച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാഥന്റെ വിശുദ്ധ ഖുർആൻ നിരന്തരം അവർ പാരായണം നടത്തിയിരുന്നു. സാധ്യമാകുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഈ 10 ദിനരാത്രങ്ങളിൽ അവർ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ 10 ദിനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ,
അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രി.